യേശുവിൻ പ്രിയജനമേ, സ്നേഹത്തിൻ അജഗണമേ, ദൈവത്തിൻ ആലയമേ, ദിവ്യബലിക്കായൊരുങ്ങിടാം. യേശുവിൻ പ്രിയജനമേ, സ്നേഹത്തിൻ അജഗണമേ, ദൈവത്തിൻ ആലയമേ, ദിവ്യബലിക്കായൊരുങ്ങിടാം. അനുരഞ്ജിതരാകാം, നിർമ്മലമാനസായിടാം. അനുരഞ്ജിതരാകാം, നിർമ്മലമാനസരായിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹബഹുമാനപ്പെട്ട വർഗീസ് അച്ഛാ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് സഭാമാതാവ് വിശുദ്ധ ബർണബാസിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ ബർണബാസിൻ്റെ സ്മരണയാണ് ആചരിക്കുക. തന്നെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ വിശുദ്ധനെ പോലെ നമുക്കും നമ്മെ തന്നെ കൊടുക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. യേശുനാഥൻ്റെ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്: സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുക്കുക. നമ്മളിന്ന് നമ്മുടെ ഇടവകയുടെ കീഴിൽ ജോസഫിൻ്റെ കട വെഞ്ചരിച്ചുകൊണ്ട് ഇന്ന് വലിയ ഒരു കർമ്മം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉണ്ടാകേണ്ട ചിന്ത ഇത് തന്നെയാണ്: ദൈവം തന്നതെല്ലാം സൗജന്യമായിട്ടാണ്. ഈ സൗജന്യമായിട്ട് തന്നതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതാണ്. നമുക്കാർക്കും ഒന്നും പിടിച്ചു വയ്ക്കാൻ അവകാശമില്ല. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ജോസഫിൻ്റെ കട വെഞ്ചരിച്ചുകൊണ്ട് ഇന്നത്തെ കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ ഇന്നത്തെ ബലിയിൽ നിയോഗമായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കാം. തെങ്ങശ്ശേരി അമൽ ആൻ്റണി ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസിയും കുടുംബവും മാലാഖയുടെ സംരക്ഷണത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. KT കൊച്ചന്നം മിഖായേൽ മാലാഖയ്ക്കും മറ്റു മാലാഖമാർക്കും സ്തുതി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താണിയത്ത് ജോസഫ് ഭാര്യ ഗ്രേസി അസുഖം ഭേദമാക്കിയതിന് നന്ദി പറയുന്നു. നമിത ജോമി എന്ന മകള് സുഖപ്രസവത്തിനും മറ്റ് അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. റോസ്മേരി ജോമോൻ സുഖപ്രസവത്തിനായിട്ട് പ്രാർത്ഥന സഹായം തേടുന്നു. ഷീന നിക്കോളാസ് മാലാഖയ്ക്ക് നന്ദി പറയുന്നു. കുരിശിങ്കൽ ഡൊമിനിക് സാവിയോയും കുടുംബവും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കൂടുതലായിട്ട് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. വരുൺ പയസ് യാത്ര ശുഭകരമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ജെയ്സൺ ആൻ്റണിയുടെ കുടുംബവും ബാബുരാജും നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാളിയേക്കൽ ഇങ്കു ജോർജ് പ്രൊമോഷൻ കിട്ടിയതിന് നന്ദി പറയുകയും മാളിയേക്കൽ ജുവൽ ജോർജ് കാനഡയിൽ സുഖമായി എത്തിയതിന് മിഖായേൽ മാലാഖയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. നമുക്കിവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കാം. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും
ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ജന്മദിനം ആചരിക്കുന്ന അൽന ജോൺസന്, ഞാറക്കലുള്ള അൽന ജോൺസന് പ്രത്യേകമായിട്ട് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാകുന്ന ഈ ദിവ്യയാഗം അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും ഓർത്ത് നമുക്ക് അവിടത്തോട് മാപ്പും മോചനവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവനായിരുന്ന വിശുദ്ധ ബർന്നബാസിനെ ജനതകളുടെ മാനസാന്തരത്തിനായി അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധൻ ധീരതയോടെ പ്രഘോഷിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം വാക്കാലും പ്രവൃത്തിയാലും വിശ്വസ്തയോടെ പ്രഖ്യാപിക്കുവാൻ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് അനുഗ്രഹം അരുളയണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ മക്കളെ അങ്ങ് കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി. അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിൻ്റെ അനുയായികളായി തീർന്നു. സാവൂളിനെ അന്വേഷിച്ച് ബർന്നബാസ് താർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലൗദിയൂസിൻ്റെ ഭരണകാലത്ത് ഒരു ക്ഷാമമുണ്ടായി. ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്കും ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബർന്നബാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർന്നബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ,
കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദോസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിട്ടുപോകുന്നതുവരെ അവനോട് കൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അപ്പവും വീഞ്ഞുമെൻ
കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ ഒന്നിതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ ഒന്നിതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ പങ്കിലമായൊരിൻ മാനസവും ചങ്കിലെ മോദവും ദുഃഖങ്ങളും സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നതും ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖ വൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാഭവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങെത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അവിടം വഴി മാലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തി പുകഴ്ത്തുകയും അവരോടൊന്നു ചേരുന്ന ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങേ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതികീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു
നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കൂടെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന് ശക്തിയാൽ ബലം പ്രാപിച്ച അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുമാറാകട്ടെ. ഇന്നത്തെ തിരുനാൾ കാരണഭൂതനായ വിശുദ്ധ ബർണ്ണബാസിന്റെ മാധ്യസഹായം ഞങ്ങൾക്കെന്നും തുണയായുണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 11-ാം തീയതി ജപം. ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണഹൃദയത്തോടെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കൃപ നിറഞ്ഞ ഈശോയെ, അങ്ങേ പിതാവിൻ്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിനപീഡകളും കുരിശുമരണവും കൂടെയും സഹിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളാകുന്ന സങ്കടങ്ങളെല്ലാം നല്ല ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ. സുഹൃത ജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമനസ്സനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമനസ്സനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമനസ്സനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ.
സ്നേഹമുള്ളവരെ, ഇന്ന് നൊവേനയ്ക്ക് ശേഷം, ദിവ്യബലിക്കും നൊവേനയ്ക്ക് ശേഷമാണ് നമ്മൾ ജോസഫിൻ്റെ കട വെഞ്ചരിച്ച് നമ്മൾ ആ ഒരു സംരംഭം ആരംഭിക്കുന്നത്. ഒരുപാട് പേര് നല്ല നല്ല പ്രതികരണങ്ങളാണ് നമ്മുടെ ജോസഫിൻ്റെ കടയ്ക്ക് നൽകിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഒരു ലിയ അനിൽ എന്ന മകള് നമുക്ക് വലിയ സഹായം അയച്ചു തന്നിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ആ മകൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഇതുപോലെ നമ്മുടെ ദിവ്യബലിയിൽ നിന്നും പങ്കുചേരുന്ന മകളാണ്, പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഒരുപാട് പേര് ഒരുപാട് സഹായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സൗജന്യമായാണ് നമുക്ക് ലഭിച്ചത്. അതെല്ലാം തന്നെ കൊടുക്കുവാനുള്ളതാണ്. ഇന്ന് പ്രത്യേകം ഓർക്കുക, പ്രോട്ടോക്കോളൊക്കെ, കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ച് തന്നെ ആയിരിക്കണം. എല്ലാവരും വരുന്നവരൊക്കെ ശ്രദ്ധിച്ച് തന്നെ വേണം. ഒരു ദിവസത്തേക്കുള്ള കാര്യം മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി. ഈ കട എന്നും ഇവിടെ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കടയാണ്. ചോദിക്കുന്ന ചോദ്യമുണ്ട്, ചിലരൊക്കെ ചോദിച്ചു, ആരാണ് ജോസഫ്? ജോസഫ് ആരാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഔസേപ്പിതാവാണ്. ഈജിപ്തിലെ അധിപനായ എല്ലാം നൽകുന്ന ജോസഫാണ്. ഇനി സന്മനസ്സുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കടയാണ് എന്ന ബോധ്യത്തോടു കൂടി നന്നായിട്ട് ചെയ്യുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരസ്പരം കൈകോർക്കാം. നമ്മുടെ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇതുവഴി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ വാക്ക് ഓർക്കുക, ദൈവം നൽകിയതെല്ലാം ദാനമായിട്ടാണ്, ദാനമായിട്ട് കൊടുക്കുക. അതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വിശ്രമിക്കായന്മാരുടെ സംരക്ഷണം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആചരിക്കുന്ന അൽന ജോൺസന് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരുന്നു. നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ ദൈവാനുഗ്രഹവും സൗഖ്യപ്രദമായ നിമിഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർണ്ണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ, തിന്മതൻ സർപ്പത്തെ തോൽപ്പിച്ചു ഭൂമിയിൽ നന്മതൻ പൂക്കൾ വിടർത്തിയാലും എന്നും നന്മതൻ പൂക്കൾ വിടർത്തിയാലും സ്വർണ്ണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സകല നന്മകളുടെയും വിലനിലമായ കർത്താവേ, ദുഃഖിതരും പീഡിതരുമായ ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ അഭയം തേടുന്നു. അങ്ങേ വത്സല മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കാരുണ്യപൂർവം കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപവിമോചകനായ ക്രിസ്തുവേ, പാപത്തിന്റെ നിത്യമായ വെളിച്ചം തേടി ഞങ്ങൾ അനുതാപത്തോടെ അങ്ങേ തിരുമുൻപിൽ അണയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് അങ്ങ് ഞങ്ങളെ ശാശ്വതമായ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യകനായ ദൈവമേ, തിന്മകളോട് പോരാടുന്നവനും ദുഃഖിതരുടെ ആശാകേന്ദ്രവുമായ വിശുദ്ധ മിഖായേലിനെ അങ്ങ് ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയല്ലോ. മുഖ്യദൂതനായി വിരാജിക്കുന്ന ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കാരുണ്യപൂർവം കേട്ടരുളേണമേ. ആമേൻ. അപേക്ഷകളും കൃതജ്ഞതകളും ഇന്ന് നിയോഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് തേങ്ങശ്ശേരി അമൽ ആന്റണി ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനു വേണ്ടി ജെസിയും കുടുംബവും മാലാഖയുടെ സംരക്ഷണത്തിന് KT കൊച്ചനും മാലാഖയ്ക്കും മറ്റു മാലാഖമാർക്കും സ്തുതി.
താണിയത്ത് ജോസഫ് ഭാര്യ ഗ്രേസി അസുഖം ഭേദമായതിന് നന്ദി അർപ്പിക്കുന്നു. നമിത ജോമി സുഖപ്രസവത്തിന് മറ്റ് അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. റോസ്മേരി ജോമോൻ സുഖപ്രസവത്തിന്, ഷീന നിക്കോളാസ് മാലാഖയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കുരിശിങ്കൽ ഡൊമിനിക് സാവിയോയും കുടുംബവും നന്ദി പറഞ്ഞുകൊണ്ട് വരുൺ പയസ് യാത്ര ശുഭകരമാകുന്നതിന് ജെയ്സൺ ആൻ്റണിയുടെ കുടുംബവും ബാബുരാജും നന്ദി പറഞ്ഞുകൊണ്ട് മാളിയേക്കൽ ഇങ്കു ജോർജ് പ്രൊമോഷൻ കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു. മാളിയേക്കൽ ജുവൽ ജോർജ് കാനഡയിൽ സുഖമായി എത്തിയതിന് നന്ദി അർപ്പിക്കുന്നു. ഇവരോടൊപ്പം നമ്മളുടെയും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മളോടൊരു ഭവനം കോവിഡ് സംബന്ധമായ അസുഖങ്ങളാൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളിലുമെല്ലാം അസുഖങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രായമായിട്ടുള്ളവരെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നവനാൾ ജപങ്ങൾ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ വിശ്വസ്തദാസനായ അങ്ങയെ ഞങ്ങൾ ഭക്ത്യാദരങ്ങളോടെ വണങ്ങുന്നു. അങ്ങയുടെ പരിലാളനയും സ്നേഹവും എന്നെന്നും ഞങ്ങൾക്കുണ്ടാകണമേ. ദുഃഖിതരും പീഡിതരും ആലംബഹീനരുമായ ഞങ്ങളെ അങ്ങ് എന്നെന്നും പരിപാലിക്കണമേ. ഓ പുണ്യപൂജനായ വിശുദ്ധ മിഖായേലേ, അങ്ങയുടെ ദൂതന്മാരും ചേർന്ന് സ്വർഗ്ഗത്തിൽ കടന്നുകൂടിയ തിന്മയുടെ പ്രതീകമായ ദുഷ്ടസർപ്പത്തോട് പോരാടുകയും അവനെ തോൽപ്പിച്ച് സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുകയും ചെയ്തുവല്ലോ. നീതിമാനും ദയാനിധിയുമായ മഹാവിശുദ്ധനെ ഞങ്ങൾക്കുണ്ടാകുന്ന വിപത്തുകളിലും തീരാദുഃഖങ്ങളിലും ഒരു കാവൽ സൈനികനെ പോലെ ഞങ്ങളെ കാക്കണമേ. അല്പസമയം മൗനമായി നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയോട് നമ്മളുടെ എല്ലാവിധ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ യാചിച്ച് ലഭിക്കുവാൻ വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളുടെ വ്യക്തിപരമായ നിയോഗങ്ങളോട് ചേർത്ത് പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള എല്ലാ സഹോദരന്മാരെയും ഓർക്കാം. ഏറെ പ്രത്യേകിച്ച് ഈ മഹാമാരിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ, നമ്മളുടെ വേണ്ടപ്പെട്ട വ്യക്തികളെ, അയൽപക്കക്കാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് എത്രയും വേഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തേണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുവാനും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് അങ്ങ് ശക്തി നൽകണമേ. ഒരു കയ്യിൽ നീതിയുടെ തുലാസും മറുകൈയിൽ സത്യത്തിന്റെ വാളുമായി ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന ദൈവദൂത, അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ഉറച്ച വിശ്വാസത്തിലും ക്രൈസ്തവ സ്നേഹത്തിലും വ്യാപരിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദാരിദ്ര്യത്തിൽ നിന്നും മാറാരോഗങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ശാശ്വതമായ വെളിച്ചത്തിലേക്ക് അങ്ങ് എന്നെന്നും ഞങ്ങളെ നയിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തദാസനും സ്വർഗത്തിന്റെ കാവൽക്കാരനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേലിനെ ഞങ്ങളുടെ മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ.
ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് നിത്യപിതാവായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ മൈക്കിൾ മാലാഖേ, എന്നെന്നും ഞങ്ങൾക്ക് മധ്യസ്ഥനായി നീ അനുഗ്രഹ വർഷങ്ങൾ തൂകൂ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാഖേ മൈക്കിൾ മാലാഖേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാര സ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃതജ്ഞതാ സമർപ്പണം. സത്യത്തിന്റെയും നീതിയുടെയും കാവൽക്കാരനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ കണ്ണുനീരിലും കഷ്ടപ്പാടുകളിലും ആപത്സന്ധികളിലും അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹാശിസ്സുകളും സംരക്ഷണവും എന്നെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. രോഗികൾക്കായുള്ള പ്രത്യേക പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യമേകുന്ന ദൈവമേ, ശാരീരികവും മാനസികവുമായ വ്യതകളാൽ പീഡിതരായ ഞങ്ങളെ അങ്ങ് തൃക്കൻ പാർക്കണമേ. സഹനങ്ങളുടെ കുരിശും ചുമന്ന് ജീവിതത്തിൻ്റെ കാൽവരിയിലൂടെ മുൻപോട്ടു നീങ്ങുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മാറാവ്യാധികൾ ഞങ്ങളെ കാത്തുരക്ഷിച്ച് നിത്യാരോഗ്യം കൈവരുത്തേണമേ. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥനും അങ്ങയുടെ വിശ്വസ്തദാസനുമായ വിശുദ്ധ മിഖായേൽ മാലാഖ വഴിയായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുനാഥ, ഇന്ന് അങ്ങയോട് ഞങ്ങൾക്ക് ചോദിക്കുവാനായിട്ടുള്ളത് രോഗസൗഖ്യമാണ് ദൈവമേ. ഏറെ പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നു ദൈവമേ. സ്വസ്ഥമായൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാനോ ജോലി ചെയ്യുവാനോ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാരാബ്ധം നിറഞ്ഞ അനുദിന ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി വളരെയധികം വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ദൈവമേ. ഞങ്ങളുടെ മുൻപിൽ സഹായഹസ്തവുമായി പ്രാർത്ഥനാ സഹായമായി വരുന്ന വ്യക്തികളോട് പലപ്പോഴും ഞങ്ങൾക്ക് നീരസം തോന്നാറുണ്ട് ദൈവമേ. ഇത്ര കണ്ട് യാതനയിലൂടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് ദൈവമേ. പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് നാം പറഞ്ഞു പരത്തി ജീവിച്ചു പോയപ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളെല്ലാം നമ്മളുടെ അടുക്കിലേക്ക് സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് അനുദിനം
ഓടി അടുക്കുമ്പോൾ പലപ്പോഴും അവരെക്കാൾ കൂടുതൽ ദാരിദ്ര്യത്തിലാണ്, സഹനത്തിലാണ്, വിഷമത്തിലാണ്, രോഗത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാനോ, നല്ല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുക്കുവാനോ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. ദൈവമേ, സർക്കാരും മറ്റുള്ളവരുമെല്ലാം സാമ്പത്തികമായിട്ടും മറ്റുള്ള സാധനങ്ങളാലും സഹായിക്കുമ്പോൾ പലപ്പോഴും ഇതെല്ലാം ലഭിക്കാതെ ഭവനങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട്. ദൈവമേ, പലപ്പോഴും ആത്മാഭിമാനം പോലും മറ്റുള്ളവരോട് ചോദിക്കുവാനോ മറ്റുള്ളവരോട് യാചിക്കുവാനോ കഴിയാതെ ഭവനത്തിനുള്ളിൽ വേദന കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ദൈവമേ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആവശ്യമായിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാതെ വിഷമിക്കുന്നവരുണ്ട്. കാലാവസ്ഥ മാറ്റം മൂലം ഞങ്ങളുടെ ഭവനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, വിള്ളലുകൾ, ചോർച്ചകളെല്ലാം കൊണ്ട് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ദൈവമേ, വെള്ളപ്പൊക്കം മൂലം വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇനി വരുവാൻ പോകുന്ന നാളുകളിൽ പ്രകൃതിക്ഷോഭങ്ങൾ വരുമോ എന്ന് വിഷമിക്കുന്നവരുണ്ട്. ദൈവമേ, പനിയും ചുമയും വന്നാൽ പോലും അതെല്ലാം സഹിച്ചുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. സന്ധി സംബന്ധമായ വേദനകളാണ്, ഹൃദയ സംബന്ധമായ വേദനകളാണ്, ക്യാൻസർ സംബന്ധമായ വേദനകളാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവമേ, മരിച്ചുപോയാൽ നന്നായിരുന്നുവെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് തിരിച്ചറിയണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ മുൻപിൽ മാത്രമാണ് ഹൃദയം തുറന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ടുള്ളത്. മറ്റുള്ളവരോട് പറയുവാനുള്ള നാണക്കേടുണ്ട്. ദൈവമേ, എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവമേ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, വാടക കൊടുക്കുവാനായി വിഷമിക്കുന്നവർ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിതമൊന്ന് പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വിഷമിച്ചു ജീവിക്കുന്നവരുണ്ട്. ദൈവമേ, ലോണെടുത്ത് കൂട്ടിയിട്ടുള്ളവരുണ്ട്. തിരിച്ചടയ്ക്കുവാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് മാറി നടക്കുന്നവരുണ്ട്. ദൈവമേ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആരോടും പറയാതെ വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഒരുപക്ഷെ മക്കളുണ്ട്, തങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് മാസങ്ങളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ കൊടുക്കുവാനായി കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ട്. കച്ചവട സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർ, അവരുടെ എല്ലാം വാടക കൊടുക്കാതെ വിഷമിക്കുന്നവരുണ്ട്. ഉടമസ്ഥർ വാടക ചോദിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ദിവസങ്ങൾ എത്ര നാൾ ഞങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവമേ, ഞങ്ങളുടെ കൊച്ചു ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് അനുദിനം സംരക്ഷണവും ആരോഗ്യവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുന്നവരുണ്ട്. എങ്കിലും ദൈവമേ, രോഗം വരുമ്പോൾ ഞങ്ങളുടെ സമ്പാദ്യമെല്ലാം തീർന്നു പോകുന്നു. ദൈവമേ, മറ്റുള്ളവർ ഞങ്ങളോട് സഹായങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുവാനായി ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ അറിയാതെ തന്നെ ചൂഷണം ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞങ്ങളെ അവർ അറിയുവാനും അംഗീകരിക്കുവാനുമുള്ള കൃപാവരം നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണത്താൽ അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
ഓൺലൈനിലൂടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണമേ. അവരുടെ ക്ലാസുകളെല്ലാം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നെറ്റ് ചാർജ് ചെയ്യുവാൻ പോലും കാശില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ദൈവമേ. അവർക്ക് വേണ്ട സമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾ കൊടുക്കുവാനായി വിഷമിക്കുന്നവരുണ്ട് ദൈവമേ. അവരുടെ വിദ്യാഭ്യാസമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അമിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാതാപിതാക്കന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങയുടെ സംരക്ഷണത്താൽ എല്ലാ മേലധികാരികളെയും മാതാപിതാക്കന്മാരെയും മക്കളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുഗമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ അധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ കുരിശിന്റെ സംരക്ഷണത്താൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ ജീവിത മേഖലകളെ അങ്ങ് പൗത്രീകരിക്കണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിന്റെ ദിവ്യഗീതികൾ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിന്റെ ദിവ്യഗീതികൾ. ഇമ്പമോടെ ഈണമോടെ പാടിടാം വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. ഇമ്പമോടെ ഈണമോടെ പാടിടാം വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിന്റെ ദിവ്യഗീതികൾ. രോഗികൾക്കു സൗഖ്യമേകും നായകൻ, പീഡിതർക്കു സർവനീതിദായകൻ. രോഗികൾക്കു സൗഖ്യമേകും നായകൻ, പീഡിതർക്കു സർവനീതിദായകൻ. ദുഃഖിതർക്കു ദിവ്യനായ മോചകൻ, ശാന്തി മന്ത്രമോദിടുന്ന ഗായകൻ. ദുഃഖിതർക്കു ദിവ്യനായ മോചകൻ, ശാന്തി മന്ത്രമോദിടുന്ന ഗായകൻ. പാടിടാം നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിന്റെ ദിവ്യഗീതികൾ. ഇമ്പമോടെ ഈണമോടെ പാടിടാം വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ. വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യഗീതികൾ.